ഗ്രീൻ പീസും മുട്ടയും വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. ഗ്രീൻ പീസ് അതിന് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതൊരു കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് വേവിച്ചെടുത്തു. ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകേണ്ട, ഈ ഒരു പരുവത്തിന് വേവിച്ചാൽ മതി. ഇനി സവാള, മുട്ട, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇത്രയും സാധനങ്ങളൊന്ന് അരിഞ്ഞെടുത്തു. എണ്ണ ഒഴിച്ചത് ചൂടാവുമ്പോൾ അതിലോട്ട് സവാള ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി. അധികം വഴലുന്നതിന് മുന്നായിട്ട് തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വഴറ്റി വരുമ്പോഴത്തേനും നമ്മൾ എടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും നന്നായിരിക്കും, കടിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ അതായിരിക്കും ഒന്നും കൂടി നല്ലത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് തക്കാളി നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ലപോലെ വെന്ത് വരണം. അതിലോട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി. ഇനി മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി ഇടുമ്പം ശകലം ചേർത്താൽ മതി, അതിനാ ഒരു കളറിന് വേണ്ടി മാത്രം. നമ്മൾ എരിക്ക് ഇപ്പം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ കുരുമുളക് പൊടി നമ്മുടെ എരിക്കനുസരിച്ച് ചേർത്ത് കൊടുത്ത് അതിലോട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി ആ ഒരു എണ്ണ തെളിഞ്ഞു വരുന്ന സമയമാകുമ്പം അതിലോട്ട് 3 മുട്ട ഞാൻ പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ആ മുട്ട നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നേരത്തെ ചേർത്ത ആ മസാലയുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഫുള്ളങ്ങ് ഡ്രൈ ആയി പോകണ്ട, എന്നാൽ അത്യാവശ്യം മുട്ട വെന്ത് വരുന്നിടം വരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതിലോട്ട് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക ചെയ്യേണ്ടത്. നേരത്തെ അതൊന്ന് ഊറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം മൊത്തം പോയിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ആ കുക്കറിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതുകൊണ്ട് അതിൽ കുറച്ച് വെള്ളമുണ്ട്. വെള്ളം ഇരിക്കുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. ഓൾറെഡി അത് ഊറ്റിയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സംഭവം കഴിയും. ഇപ്പൊ ഞാൻ ഈ വെള്ളം പോകാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം അത് നല്ലപോലെ ഇതിൽ വെച്ചിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. അടിയിൽ നിന്ന് എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണേ. അതിൻ്റെ അകത്തിലെ മസാല എല്ലാം കറക്റ്റ് ആ ഗ്രീൻ പീസിലും കൂടെ ആവുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി അതൊന്ന് ഡ്രൈ ആക്കി എടുക്കുമ്പോഴത്തേന് നമ്മുടെ സംഭവം സെറ്റ് ആവും. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അല്ലാതെ ചായയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിട്ടിട്ട് കഴിക്കാനാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാ. മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമന്റ് ചെയ്യണം. കൂട്ടത്തിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.